ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ കൊണ്ട് ഓരോ ദിവസവും നമുക്ക് പ്രാർത്ഥനയിൽ ഒന്നിച്ചിരിക്കാൻ കർത്താവ് അവസരം തരുന്നല്ലോ. എത്ര വലിയ പദവിയാണ്. നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് ഭൂമിയുടെ മണ്ണിലില്ല. അത് നമുക്ക് വലിയ സങ്കടമാണ്. ഇനി നാം നമ്മുടെ വേല തികച്ച് പോകേണ്ടവരാണ്. പുതിയ ജനറേഷനെ ദൈവം എഴുന്നേൽപ്പിക്കേണ്ടതാണ്. ഇതെല്ലാം ഈ ഭൂമിയിൽ നടക്കുന്ന ഓരോ സമയത്ത് നടക്കുന്ന പ്രക്രിയകളാണ്. അതിനിടയിൽ നമ്മെ ഏൽപ്പിച്ച വേല ദിനവും ഏറ്റവും നന്നായി ചെയ്യുവാൻ കർത്താവ് കൃപ തരട്ടെ. സഭാപ്രസംഗിയിൽ വായിക്കുന്നത് പോലെ ചെയ്യാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. യേശു കർത്താവ് എന്നെ കുറിച്ച് പറയുന്നത് അവൻ സകലതും നന്നായി ചെയ്തു. എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ മക്കളാണ്. ആ കർത്താവിൻ്റെ മക്കൾക്ക് ദൈവവചനം കൂടാതെ ഒന്നും നന്നായി ചെയ്യാൻ കഴിയില്ല. ദൈവവചനം എന്ന് പറയുമ്പോൾ വചനം ദൈവമാണ്. ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് തന്നെ യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. യോഹന്നാൻ 15 പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാണ്. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് മുന്തിരിവള്ളിയാണ്, എന്നാൽ കൂടുതൽ ഫലം കായ്ക്കുന്നത് കൊമ്പുകളുമാണ്. ഇത് നേരെ തിരിഞ്ഞു പോയാലും പ്രയോജനമില്ല. നാം ഭൂമിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ നന്മ തിന്മകളെ വിവേചിച്ച് നല്ലത് ഏറ്റെടുക്കാൻ ഊറ്റിയെടുക്കാൻ നമുക്കറിയില്ല. തിന്മ തള്ളി നന്മകളെ സ്വീകരിക്കാനുള്ള ശേഷി നമ്മിൽ കുറവാണ്. അതുകൊണ്ട് മുന്തിരിവള്ളി തന്നെ ലോകവുമായി ബന്ധപ്പെട്ട് നിന്നിട്ട് നമ്മെ ഒരു പരിപാടിയും ഇല്ലാത്ത കൊമ്പുകളാക്കി ചേർത്ത് വെച്ചിരിക്കും. അപ്പോൾ ധാരാളം ഫലം നമ്മിലുണ്ടാകും. നമുക്ക് പ്രത്യേകിച്ച് പ്രോഗ്രാം ഇല്ല. യേശുവിനോട് ചേർന്നിരുന്നാൽ മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ നാം കർത്താവിനോട് ചേർന്നിരുന്നാൽ കർത്താവിൻ്റെ ഫലം നമ്മിലൂടെ പുറത്തേക്ക് വരും. അതിനുള്ള കൃപ ദൈവമായ കർത്താവ് നമുക്ക് ഇന്ന് മുതൽ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട മാസത്തിൻ്റെ ഒടുവിലത്തെ ആഴ്ചയിലാണ് നമ്മൾ. 2-3 ദിവസം കഴിഞ്ഞാൽ ഫെബ്രുവരി മാസത്തിലേക്ക് നമ്മൾ കയറും. എന്നാൽ അതിനുള്ളിൽ ഈ മാസത്തിൽ തന്നെ സ്തുതിക്കാവുന്നിടത്തോളം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാവുന്നിടത്തോളം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദാവീദ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഉള്ളിടത്തോളം നിന്നെ സ്തുതിക്കും. ഈ കർത്താവിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയ ദാവീദിന് മാത്രമേ അങ്ങനെ പറയാൻ കഴിയൂ. നമ്മൾ ഉള്ളിടത്തോളം നാം നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദാവീദ് പറയാണ്, ഞാൻ ഉള്ളിടത്തോളം ദൈവത്തെ സ്തുതിക്കും. അത് ഏറ്റവും വലിയ പദവിയാണ്. അത് നിത്യതയിൽ ചെന്ന് ആരംഭിക്കേണ്ടതല്ല, ഭൂമിയിലെ നാം തുടങ്ങേണ്ടതാണ്. അത് പരിശീലിക്കേണ്ടതാണ്. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകട്ടെ. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. യേശു മാത്രം, യേശു മാത്രം, സ്തുതികൾക്കു യോഗ്യൻ. വേറെയൊന്നും എന്റെ പ്രിയനെ പോൽ യോഗ്യമല്ല. യേശു മാത്രം, യേശു മാത്രം, സ്തുതികൾക്കു യോഗ്യൻ. വേറെയൊന്നും എന്റെ പ്രിയനെ പോൽ യോഗ്യമല്ല. യേശുവേ പോലെ ആരുമില്ല, എന്റെ പ്രിയനെ പോലാരുമില്ല. യേശുവേ പോലെ
എന്റെ പ്രാണപ്രിയന് വന്ദനം. എന്റെ യേശുവിന് മഹത്വം. എന്റെ പ്രാണപ്രിയന് വന്ദനം. എല്ലാ നാവും സർവ്വലോകവും യേശുനാമമുയർത്തിടുമേ. ബഹുമാനവും സ്തുതി സ്തോത്രവും സർവം സ്വീകരിപ്പാൻ യേശു യോഗ്യൻ. എല്ലാ നാവും സർവ്വലോകവും യേശുനാമമുയർത്തിടുമേ. ബഹുമാനവും സ്തുതി സ്തോത്രവും സർവം സ്വീകരിപ്പാൻ യേശു യോഗ്യൻ. യേശുവേ പോലെ ആരുമില്ല. എന്റെ പ്രിയനെ പോലാരുമില്ല. യേശുവേ പോലെ ആരുമില്ല. എന്റെ പ്രിയനെ പോലാരുമില്ല. ഹല്ലേലൂയ, 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 എന്റെ യേശുവിന് മഹത്വം. എന്റെ പ്രാണപ്രിയന് വന്ദനം. എന്റെ യേശുവിന് മഹത്വം. എന്റെ പ്രാണപ്രിയന് വന്ദനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ യേശുവിന് മഹത്വം. എന്റെ പ്രാണപ്രിയന് വന്ദനം. എന്റെ യേശുവിന് മഹത്വം. എന്റെ പ്രാണപ്രിയന് വന്ദനം. നമ്മൾ ഈ ആഴ്ചയിൽ ചിന്തിക്കാൻ പോകുന്നത് ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ 16 മുതൽ വായിക്കുമ്പോൾ കാണാം, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ. നമുക്ക് ഒരു ആത്മാവുണ്ട്, നമുക്കൊരു ദേഹിയുണ്ട്, നമുക്ക് ഒരു ദേഹമുണ്ട്. അപ്പോൾ
ദൈവം നമുക്ക് തന്ന ആത്മജീവിതം, ഈ ആത്മജീവിതത്തിൽ നമ്മിൽ തന്നെ, നമ്മുടെ സൃഷ്ടിയിൽ തന്നെ നമുക്ക് ദൈവം നല്ല ഗുണങ്ങൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. മരിച്ചുപോയ ആത്മമനുഷ്യനെ ജീവിപ്പിച്ചതാണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. പാപം ചെയ്യുന്ന നാളിൽ നീ മരിക്കും. ആദാം മരിച്ചു. ആദാമിന് ഹൗവയ്ക്കും ജനിച്ച കുഞ്ഞുങ്ങളെല്ലാം മരിച്ച് ജനിച്ചവരാണ്. ജനനത്തിൽ തന്നെ മരിച്ചവരാണ്, ആത്മീകമായി മരിച്ചവർ. യേശു ക്രിസ്തു എന്ന കർത്താവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചപ്പോഴാണ് നാം വീണ്ടും ജനിച്ചത്. അത് കെടാത്തതും ഉൾനട്ടതുമായ വചനത്താൽ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. വചനത്താലാണ് നമുക്ക് വീണ്ടും ജനനമുണ്ടായത്. വീണ്ടും ജനിച്ചപ്പോൾ നമ്മുടെ ആത്മമനുഷ്യനാണ് ജനിച്ചത്, നമ്മുടെ ശരീരമല്ല. ശരീരം ജനിച്ചിട്ട് വർഷങ്ങളായെങ്കിലും യേശുവിനെ കർത്താവായി സ്വീകരിച്ച അന്നാണ് നമ്മുടെ ആത്മമനുഷ്യൻ പുതുതായി സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ആത്മാവിൽ വളരുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്ന് പുറത്തു വരുന്ന അനുഗ്രഹമാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ. ആത്മാവിൻ്റെ ഫലമുണ്ട്, ജഡത്തിൻ്റെയും ഫലമുണ്ട്. ജഡത്തിൻ്റെ ഫലത്തെക്കുറിച്ച് അതേ അധ്യായത്തിൽ ആ ഭാഗത്ത് തന്നെ കിടപ്പുണ്ട്. 18 ഇങ്ങനെയാണ് പറയുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല, ജഡത്തിൻ്റെ പ്രവർത്തികളോ. അപ്പം ജഡത്തിനും ഫലമുണ്ട്. ജഡത്തിൻ്റെ ഫലം എന്തൊക്കെയാണ്? അവിടെ കൊടുത്തിരിക്കുന്നു: അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. എന്നാൽ ഇതിന് ആത്മസ്വഭാവത്തിന് വിരോധമായ സ്വഭാവം നമ്മിലുണ്ട്. എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. നന്മയ്ക്കെതിരെ ഉള്ള ഒരു തിന്മ എന്നിലുണ്ട്. അത് നമ്മുടെ ജഡമനുഷ്യനാണ്. എന്നാൽ നാം വീണ്ടും ജനിച്ചപ്പോൾ നമ്മുടെ ആത്മമനുഷ്യൻ്റെ ഫലമാണ് നാം പുറത്തു കൊണ്ടുവരുന്നത്. ജഡമനുഷ്യനെ നാം ക്രൂശിക്കുകയും ആത്മമനുഷ്യൻ്റെ ഫലത്തെ നാം പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ ആഴ്ച അതിനെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ഫലം കായ്ക്കാൻ കഴിയും. ഞാൻ വിശ്വസിക്കുന്നു ഈ ആഴ്ചയിലെ ഈ ധ്യാനത്തിലൂടെ നിങ്ങൾക്കും എനിക്കും കൂടുതൽ ഫലമുള്ളവരായി തീരാൻ കഴിയും. എന്നിട്ട് 22-ാം വാക്യത്തിൽ, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. 9 വിധ ഫലങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ട് പറയുകയാണ്, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. അടുത്തത്, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു. ജഡത്തിൽ നിന്ന് ഇനി ഒന്നും വരില്ല. കാരണം അതിനെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവർ ക്രൂശിച്ചു കളഞ്ഞു. എന്നിട്ട് ഇനി എന്നിൽ നിന്ന് അസൂയ, ദ്വന്ദ്വപക്ഷം, വെറിക്കൂത്ത്, മദ്യപാനം ഇതൊന്നും വരില്ല. ഞാൻ അതിനെ ക്രൂശിച്ചിരിക്കുന്നു. എന്നിട്ട് എന്നിൽ നിന്ന് വരുന്നത് ഇനി ജഡത്തിൻ്റെ ഫലമല്ല, അറിവില്ലായ്മയുടെ കാലത്ത് എന്നിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, മുമ്പ് ഞാൻ നിഷ്ഠൂരനും ഉപദ്രവിയും ദൂഷകനുമായിരുന്നു. എന്നാൽ അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കാക്കുന്നില്ല. അറിവില്ലായ്മയുടെ കാലം കഴിഞ്ഞു. നാം അറിഞ്ഞവരാണ്, സത്യമറിഞ്ഞവരാണ്. എന്താണ്? എൻ്റെ പഴയ മനുഷ്യനെ, എൻ്റെ ജഡീക സ്വഭാവത്തെ ഞാൻ ക്രൂശിച്ചു. അതിൻ്റെ ആരംഭത്തിൽ തന്നെ ക്രൂശിച്ചു. ഇനി എന്നിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ആത്മാവിൻ്റെ ഫലമായിരിക്കും. ഈ സത്യം അറിയുന്ന വ്യക്തികളിൽ ഇന്നു മുതൽ ഈ ഫലങ്ങൾ മാത്രം പുറത്തു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മാവിൻ്റെ ഫലത്തിൽ ഒന്നാമത് വെച്ചിരിക്കുന്നത് ഗലാത്യർ 5:22 പറയുന്ന ആത്മാവിൻ്റെ ഫലമോ സ്നേഹം.
9 കൂട്ടം കാര്യം. ഒരു ഓറഞ്ച് നമ്മളതിൻ്റെ തൊണ്ട് പൊളിച്ചു കഴിഞ്ഞാൽ ഒരു 9 അല്ലികൾ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഓരോ നടത്തിയെടുത്താൽ ഓരോ ഫലങ്ങളാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഓരോന്നും രുചിയുള്ളതാണ്. ഫലമെന്നാ പറയുന്നത്. ഇത് വളരെയധികം ഫലമുള്ളതാണ്. ദൈവത്തിനും മനുഷ്യർക്കും ഫലമുള്ള ഒന്നാണ് ആത്മാവിൻ്റെ ഫലങ്ങളാകുന്ന ഈ 9 കൂട്ടം കാര്യങ്ങൾ. ഈ ഫലങ്ങൾ നമ്മിൽ എത്രത്തോളം വിളയുന്നുവോ അത്രത്തോളം ദൈവത്തിന് പ്രസാദകരമായിരിക്കും. അത്രത്തോളം നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് മറുപടി ഉണ്ടാകും. അത്രത്തോളം നമ്മുടെ വീടുകളിൽ സമാധാനമുണ്ടാകും. ഒന്നാമത്തെ കാര്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ആത്മാവിൻ്റെ ഫലമോ? 1, സ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നു, ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫലം, ഒന്നാമതായി കാണുന്ന ഫലം, ഇത് ദൈവത്തിൻ്റെ അതേ സാദൃശ്യത്തിൽ നിർമ്മിച്ച മനുഷ്യനും തന്നു. ദൈവം സ്നേഹമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. അതിന് എത്ര പേര് നന്ദി പറയുന്നുണ്ട്? ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ദൈവം തൻ്റെ സ്നേഹത്തെ തന്നു. എങ്ങനെ തന്നു? തൻ്റെ ആത്മാവിൽ നമുക്ക് വെളിപ്പെടുത്തി. റോമാലേഖനം 5 അത് പറയുന്നു. 5-ന്റെ 5ഉം 8ഉം വായിക്കുമ്പോഴെല്ലാം നമുക്കത് കാണാം. എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൽ നമുക്ക് നൽകിയിരിക്കുന്നു. ഇപ്പോൾ ആ സ്നേഹം നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഫലം കായ്ക്കാൻ കഴിയും. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ വളരെയധികം ഫലം കായ്ക്കും, ഞാൻ ചെയ്തതിനേക്കാൾ അധികം കാര്യങ്ങൾ ചെയ്യും എന്ന് യോഹന്നാൻ 14 പറയുന്നു. അപ്പോൾ യേശുവിനേക്കാൾ കൂടുതൽ നാം ഫലം കായ്ക്കണമെങ്കിൽ നാം യേശുവിനെ പോലെ തന്നെ സ്നേഹത്താൽ നിറയണം. സ്നേഹത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്ന. സ്നേഹത്തിൻ്റെ ആത്മാവ് ശക്തിയാണ്, സുബോധമാണ്, അപ്പോൾ തന്നെ സ്നേഹത്തിൻ്റെ ആത്മാവാണ്. സ്നേഹത്തിൻ്റെ ആത്മാവ് അത് നമ്മുടെ ആത്മാവിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മിൽ ഫലങ്ങൾ പുറപ്പെടുവാൻ കഴിയും. ആ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഫലങ്ങൾ പുറപ്പെടണമെങ്കിൽ നാം ദൈവസ്നേഹത്താൽ ധാരാളമായിട്ട് നിറയണം. അതിനാണ് നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴാണ് ഇതെല്ലാം ഫലമായി മാറുന്നത്. ഒന്നും കൂടി പറഞ്ഞാൽ, നമ്മളാകുന്ന വൃക്ഷത്തിൽ ഈ ഫലങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എവിടെ നടപ്പെടണം? സ്വർഗരാജ്യത്തിൽ നടപ്പെടണം. അതായത് മത്സ്യം വെള്ളത്തിലാണ്. മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് മാറ്റിയാൽ മത്സ്യത്തിന് ജീവിതം നഷ്ടപ്പെടും. വൃക്ഷങ്ങൾ മണ്ണിലാണ്. ഒരു വൃക്ഷത്തെ മണ്ണിൽ നിന്ന് പറിച്ചാൽ അതിൻ്റെ വേര് പിഴുതു പോന്നാൽ പിന്നീട് മണ്ണുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ അത് ഉടനെ ഉണങ്ങിപ്പോകും. ഇതുപോലെ മനുഷ്യൻ ദൈവരാജ്യത്തിലാണ്. ദൈവരാജ്യത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന്, ആ സ്വർഗീയ അനുഭവത്തിൽ നിന്ന് നമ്മുടെ വേര് മാറിയാൽ, അതാണ് ആറ്ററമ്പത്ത് നട്ടിരിക്കുന്ന, തക്കകാലത്ത് ഫലം കായ്ക്കുന്ന, ഇലവാടാത്ത വൃക്ഷം. അപ്പം നമ്മുടെ നടപ്പെടൽ എവിടെയാണ്? ഭൂമിയിലല്ല. നാം നല്ല നിലത്ത് ദൈവരാജ്യത്തിൽ കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞവരാണ്. ദൈവരാജ്യത്തിൽ നടപ്പെട്ടവരാണ്. വചനത്താലും ആത്മാവിനാലാണ് ഇത് പോഷിപ്പിക്കപ്പെടുന്നത്. നാം ശേഷം മനുഷ്യരെ പോലെ ലോകത്തിൽ വേരൂന്നിയവരല്ല. ആദ്യം നാം നമ്മെ അറിയണം. നല്ല ഫലം. അപ്പോൾ സ്നേഹം എന്നുള്ള ഒരു ഫലം നമ്മിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതുപോലെ പുറപ്പെടണം. ദൈവം സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു.
ആ സ്നേഹത്തിൻ്റെ പേര് അഗാപ്പെ എന്നാണ്. അത് ത്യാഗപരമായ സ്നേഹമാണ്. ലോക മനുഷ്യരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുണ്ട്. എന്നാൽ ദൈവം ഒന്നും പ്രതീക്ഷിക്കാതെ മുഴുവൻ ഇങ്ങോട്ട് തന്നതിൻ്റെ പേരാണ് ദൈവസ്നേഹം. ആ ദൈവസ്നേഹമാണ് ആത്മാവിൻ്റെ ഫലത്തിലൂടെ പുറപ്പെടുന്നത്. അത് വെറും ഒരു മാനുഷിക സ്നേഹമല്ല. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ കാണുന്ന സ്നേഹമാണ്. സ്നേഹമെല്ലാം പൊറുക്കുന്നു, അനീതിയിൽ നടക്കുന്നില്ല, സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, ദൈവം പറഞ്ഞതെല്ലാം വിശ്വസിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ല. ഇംഗ്ലീഷിൽ ലവ് നെവർ ഫെയിൽസ്, ഒരിക്കലും പരാജയപ്പെടുന്നില്ല. 1 കൊരിന്ത്യർ 13-ന്റെ ഒടുവിൽ, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം. സ്നേഹം ഏറ്റവും വലിയതാണ്, ഏറ്റവും ശക്തിയുള്ളതാണ്. സ്നേഹത്താലാണ് ദൈവം ഈ ഭൂമിയെ ഈ മനോഹര രൂപമാക്കി മാറ്റിയത്. സ്നേഹം കൊണ്ടാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. സ്നേഹത്താലാണ് ദൈവം മനുഷ്യനെ വീണ്ടെടുത്തത്. ഉണ്ടാക്കുന്നതും വീണ്ടെടുക്കുന്നതും എല്ലാം അവൻ്റെ സ്നേഹത്താൽ മാത്രമാണ്. ഈ സത്യങ്ങൾ നാം അറിയണം. ഇവിടെ യേശു കർത്താവിൻ്റെ ഒരു ചരിത്രം യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് കരയിൽ അപ്പവും മീനുമായിട്ടൊക്കെ കാത്തിരിക്കുന്ന, പിന്മാറ്റക്കാരെ കാത്തിരിക്കുന്ന കർത്താവിനെ കാണാം. മുടിയംപുത്രൻ്റെ വരവിനായിട്ട് കാത്തിരുന്ന ആ പിതാവിൻ്റെ ചരിത്രം പഠിപ്പിച്ച യേശു അതേപോലെ ഈ മുടിയംപുത്രന്മാർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തവർക്ക് പടകിൻ്റെ വലത്ത് ഭാഗത്ത് വീശാൻ പറഞ്ഞു. വലിയ മീൻകൂട്ടം, 153 വലിയ മീൻകൂട്ടം അകപ്പെട്ട് ആ സമയത്ത് യോഹന്നാൻ മാറിൽ ചാരിയ യേശു സ്നേഹിച്ച, അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പദം, യേശു സ്നേഹിച്ച ശിഷ്യൻ പറഞ്ഞു അത് കർത്താവാണ്. അങ്ങനെ ഇവർ കർത്താവാണെന്ന് അറിഞ്ഞു, കരയിലോട്ട് വന്നു. യേശു അവർക്ക് അപ്പവും മീനും വറുത്തതെല്ലാം കൊടുത്തു. ഒടുവിൽ അതിനകത്തെ ലീഡർഷിപ്പിലുള്ള ആളാണ് പത്രോസ്. പത്രോസിനെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരെയും സ്നേഹമാണ്. അപ്പോൾ തന്നെ പത്രോസിലുള്ള ഗുണങ്ങൾ യേശുവിന് അറിയാം. പത്രോസിനോട് ചോദിച്ചു, ബെറയോന ശിമോനെ, ഇവരിലധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. 15 മുതൽ 21-ന്റെ 15 മുതൽ കാണുമ്പോൾ അറിയാം. 3 പ്രാവശ്യം ചോദിച്ചു, കർത്താവേ എന്ന് പറഞ്ഞു. ആ സമയത്തെല്ലാം കർത്താവ് പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ പാലിക്കുക. കർത്താവിൻ്റെ ഏറ്റവും വലിയ ഭാരം ആരെ കർത്താവിൻ്റെ സഭയെ ഏൽപ്പിക്കാൻ പറ്റും. ഇന്നും കർത്താവിൻ്റെ ഏറ്റവും വലിയ ഭാരം അതാണ്. കർത്താവ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ നിന്ന് ജീവൻ കൊടുത്ത് വിലക്ക് വാങ്ങിയ സഭയെ ഭരമേൽപ്പിക്കാൻ പറ്റിയ വിശ്വസ്ത മനുഷ്യരാരാണ്? അത് ആ വ്യക്തിക്കുള്ള ഒന്നാമത്തെ യോഗ്യത കർത്താവ് നോക്കുന്നത്, എന്നെ എല്ലാവരേക്കാൾ അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണോ, ആ വ്യക്തിക്ക് വളരെയധികം ഫലം കായ്ക്കാൻ കഴിയും, വലിയ ലീഡർഷിപ്പിൽ വരാൻ കഴിയും, വളരെയധികം ആത്മാക്കളെ മേയ്ക്കുന്ന ഒരു ഇടയനായി തീരാൻ, വലിയ ശുശ്രൂഷകൾ ചെയ്യാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, കർത്താവിനെ എല്ലാറ്റിനേക്കാൾ ഉപരി സ്നേഹിക്കുക. 3 പ്രാവശ്യം കർത്താവ് ചോദിച്ചു, ഇവരിലധികമായി, ഇവരിലധികമായി, ഇവരിലധികമായി. ചിലടത്ത് പറയും, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ, ഇഷ്ടമുണ്ടോ? ഒടുവിൽ പത്രോസിന്, കർത്താവേ നിനക്കെല്ലാം അറിയാം, എനിക്ക് നിന്നോട് ഇഷ്ടമാണെന്നും സ്നേഹമാണെന്നും ഒക്കെ കർത്താവിന് അറിയാം. അങ്ങേക്കൊന്നും മറവല്ല, അങ്ങ് സർവശക്തിയുള്ള ദൈവമാണ്. കർത്താവിന് ചോദിക്കാനുള്ള ചോദ്യം അതാണ്, ഇവരിലധികമായി. അപ്പോൾ സ്നേഹിക്കുന്നവൻ ഒന്നാമത് ചെയ്യുന്നത് സമയം ചെലവഴിക്കും. ആർക്ക് വേണ്ടി? കർത്താവിന് വേണ്ടി. സ്നേഹിക്കുന്നവൻ
അവൻ ആരെ സ്നേഹിക്കുന്നുവോ അവരുമായിട്ട് സമയം ചെലവഴിക്കും. ഒരു പ്രായത്തിൽ, ചെറുപ്രായത്തിൽ അല്ലെങ്കിൽ യൗവന പ്രായത്തിൽ കൂട്ടുകാരുമായിട്ട് സമയം ചെലവഴിക്കുന്നത്, ഒരേ പ്രായക്കാർ, ഹൃദയം തുറന്ന് പറയാൻ പറ്റിയവർ, കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റിയവർ ഇരുന്നും നടന്നും ഒക്കെ സമയം ചെലവഴിക്കും. സമയം കൂടുതൽ ആരോടുകൂടിയാണ് ചെലവഴിക്കുന്നത് എന്ന് നിങ്ങൾ പറ. നിങ്ങൾ ആരെയാണ് സ്നേഹിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ വേദപുസ്തകവുമായിട്ട് ഇരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു നാഴിക പോലും പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് അതിൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ ശരിയായ സമയം ചെലവഴിക്കുന്നത് കൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ദൈവത്തിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹത്തിൽ നിന്നായിരിക്കുമെങ്കിൽ അത് അനുഗ്രഹമാണ്. അല്ലാതെ ഞാൻ പറയും, ഈ വർഷം തുടങ്ങി, നിങ്ങൾ എന്തായാലും ഈ മാസം തീരുകയാണ്, ജനുവരി തീരുകയാണ്, 1 മണിക്കൂർ പ്രാർത്ഥിക്കണം, 2 മണിക്കൂർ പ്രാർത്ഥിക്കണം, 50 അധ്യായം ബൈബിൾ വായിക്കണം. നടക്കുന്ന പരിപാടിയല്ല. എന്നാൽ കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ പ്രേമലേഖനമാകുന്ന വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ താഴെ വെക്കാതെ വായിക്കാൻ തുടങ്ങും. മാത്രമല്ല, കർത്താവിനോടുകൂടെ സമയം ചെലവഴിക്കാൻ കഴിയും. അങ്ങനെയുള്ള വ്യക്തികളുടെ കയ്യിലേക്ക് ദൈവം തൻ്റെ വലിയ പദ്ധതികളെ ഏൽപ്പിക്കും, സഭയെ ഏൽപ്പിക്കും, ശുശ്രൂഷ ഏൽപ്പിക്കും, കൃപകളേൽപ്പിക്കും, വരങ്ങളേൽപ്പിക്കും. സ്നേഹിക്കുന്നവരെ ദൈവം ഭരമേൽപ്പിക്കും. സദൃശവാക്യങ്ങൾ പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ വസ്തുവക അവകാശമാക്കി കൊടുക്കും. സ്നേഹിക്കുന്നവർ വസ്തുവക വിശ്വസ്തയോട് ഉപയോഗിക്കും. തെറ്റായി ഉപയോഗിക്കില്ല, തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കില്ല. അതുകൊണ്ട് ദൈവത്തിന് തന്നെ സ്നേഹിക്കുന്നവർക്ക് എന്ത് നന്മയും കൊടുക്കുന്നതിൽ ഇഷ്ടമാണ്. ചിലർക്ക് നല്ലൊരു വീട് കിട്ടും, പിന്നീട് അവരെ ദൈവത്തോട് ആ വീട് നിമിത്തം അകന്നു പോകാറുണ്ട്. ചിലർക്ക് മക്കളില്ല, മക്കൾ ജനിച്ചു, മക്കളുടെ പേരും പറഞ്ഞ് സഭായോഗം മുടക്കുന്നവരുണ്ട്. അവർ ദൈവത്തെക്കാൾ കൂടുതൽ മറ്റു പലതിനെ സ്നേഹിക്കുമ്പോൾ പറ്റുന്നത് അകലുന്നത് ദൈവത്തോടാണ്. ഇന്ന് നമുക്ക് മടങ്ങി വരാൻ ഒരു സമയമാകട്ടെ. പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കാൻ, പൂർണ്ണ ബലത്തോടെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനും സേവിക്കാനും കഴിയട്ടെ. ആ ഒരു ഫലം നമ്മളിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നത് മുഴുവനും കാണും. ദൈവം വിശ്വസ്ത മനുഷ്യരായി കണ്ട് നമുക്ക് വലിയ അനുഗ്രഹങ്ങളുടെ കലവറകളെ തുറന്നു തരാൻ കാരണമാകും. ആത്മാവിൻ്റെ ഫലമാകുന്ന സ്നേഹം പുറപ്പെടുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ വലിയ സന്തോഷമായിരിക്കും. നമ്മുടെ കുടുംബം ആഘോഷമുള്ള വീടായി മാറും. നമ്മുടെ സമൂഹത്തിൽ അനേകർക്ക് ഈ സ്നേഹം പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയും. അതിനായിട്ടുള്ള കൃപകൾ ദൈവം നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഫലം നമ്മിൽ നിന്ന്, ദൈവസ്നേഹമെന്ന ഫലം നമ്മിൽ നിന്ന് ഒഴുകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, അങ്ങയെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടെ സേവിക്കുവാൻ, സ്നേഹിക്കുവാൻ, അതുപോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ള വചനത്തിൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും എല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞല്ലോ. വേദപുസ്തകത്തിൻ്റെ കാതൽ അതാണല്ലോ, സ്നേഹമാണല്ലോ. അങ്ങയെയും അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഈ ആത്മാവിൻ്റെ ഫലം എന്നിൽ ധാരാളം ഒഴുകുവാൻ, ഞങ്ങളിൽ ധാരാളം ഒഴുകുവാൻ, ഇത് കേൾക്കുന്നവരിൽ ധാരാളം ഒഴുകുവാൻ ഇടയാകട്ടെ. ദൈവസ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്ന പത്രോസുമാർ എഴുന്നേറ്റ് വരട്ടെ. ദൈവരാജ്യം പണിയുന്നവർ എഴുന്നേൽക്കട്ടെ. പരസ്പരം സ്നേഹമുള്ള, അഗാപ്പെ എന്ന ക്ഷമിക്കുന്ന സ്നേഹമുള്ള കുടുംബങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിറഞ്ഞു വരട്ടെ. ഈ വീടുകൾക്കകത്തെല്ലാം സ്നേഹത്തിൻ്റെ പ്രത്യക്ഷമായ ഫലങ്ങൾ, റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു. രോഗസൗഖ്യങ്ങളും വിടുതലുകളും ഇന്നു മുതൽ ഈ കുടുംബങ്ങളിൽ കൽപ്പിച്ചാക്കുന്നു. എല്ലാ വീടുകൾക്കും അത്ഭുതങ്ങൾ കാണാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കുന്നു. വഴികളും വാതിലുകളും തുറക്കും.
കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമുക്ക് വിശ്വസിക്കാം, ആത്മാവിൻ്റെ ഫലങ്ങളിൽ നിറയാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.